അപ്പം ഇന്ന് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ദൈവമായിട്ട് എനിക്കൊരു സാധനം കൊണ്ടു തന്നു. ദൈവമായിട്ടല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഫോണിലിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ഞാനൊരു വീഡിയോ കണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇത് എത്രത്തോളം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് മാർക്കോ സിനിമ കണ്ടവർക്ക് മാത്രമായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണിക്കാം. അതെനിക്ക് ഒരു രസമായിട്ട് തോന്നിയത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് മാത്രമേ ഇതറിയുള്ളൂ. സംഭവം ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഉണ്ടാവില്ല, ആ ഒരു സംഭവം നടന്നില്ലെങ്കിൽ. അപ്പോൾ അതെനിക്കൊരു തമാശയായിട്ട് തോന്നിയിട്ട. കാരണം മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ അത്ര വലിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല. സ്റ്റോറി നമുക്ക് പ്രാധാന്യമില്ല എന്ന് വേണം പറയാൻ. മാർക്കോ സിനിമയിൽ അത്ര സ്റ്റോറി ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സിനിമ കണ്ടപ്പോൾ റിവ്യൂ പറയാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇനി ആരും എന്നെ അടിച്ച് കീറി കൊല്ലാൻ വരരുത്. അപ്പോൾ സിനിമയിൽ വലിയ സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നത്, എനിക്ക് വലിയ സ്റ്റോറി ആയിട്ടും തോന്നിയില്ല. പിന്നെ എന്താണ്, കുറേ വയലൻസ് ഉണ്ട്, വയലൻസ് ഒരുപാടുണ്ട്. പക്ഷെ ഒരു സ്മോൾ ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അത് നമുക്ക് ഒരു അഫോർഡ് നല്ല രീതിയിലുള്ളൊരു വയലൻസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ സിനിമ നല്ല രീതിയിൽ തന്നെ കേട്ടോ പിടിച്ചേക്കണം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഉണ്ണിമൂന്തൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു സിനിമ തന്നെയായിരിക്കും ഇത്. കാരണം പുള്ളി അത്ര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പാൻ ഇന്ത്യൻ സ്റ്റാറായി പുള്ളി അത്ര നന്നായിട്ട് ചെയ്ത കാരണം കൊണ്ട്. അല്ലെങ്കിൽ കൊളയനെ, അത് വേറെ കാര്യം. അപ്പോൾ ഒരു 30 കോടി ബഡ്ജറ്റിനുള്ള സിനിമ ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കുഴപ്പമില്ല പറയാമെന്ന് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് അത്രേ തോന്നിയുള്ളൂ. കുഴപ്പമില്ല എന്ന് പറയാനുള്ളൊരു സിനിമയായിട്ട് തോന്നിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല. കുറച്ചുകൂടി അടിപൊളി ആക്കായിരുന്നു എന്നൊരു മെൻറ്റാലിറ്റി എനിക്കുണ്ട് കേട്ടോ. കുറച്ചുകൂടി അടിപൊളി ആക്കായിരുന്നു. എന്തായാലും ഫൈറ്റൊക്കെ ഒന്നുകൂടി ആഡംബരമാക്കി ചെയ്യാമായിരുന്നു. കുഴപ്പമില്ല. ചിലപ്പോൾ അവരുടെ ഡയറക്ടേഴ്സിൻ്റെ ബുദ്ധി ഐഡിയകളായിരിക്കും, അറിയില്ല. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ലാസ്റ്റ് എൻഡിങ്ങിലും അതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മാർക്കോ 2 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനും മാർക്കോ 2 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു കണ്ടന്റ് കണ്ടപ്പോൾ ചെയ്തു എന്നുള്ളൂ. ആ ചെറിയൊരു ഷോർട്ട് സ്റ്റോറി പോലെയാണ് പുള്ളിയെ ചെയ്തേക്കുന്നത്. നല്ലൊരു കണ്ടന്റ് ആണ് കേട്ടോ. കാരണം അത്രേ ഉള്ളൂ അതിൻ്റെ സ്റ്റോറി, അതുകൊണ്ടാണ് പുള്ളി അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ ഗൈസ്. ടാറ്റാ.